ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്നുവരുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന ദിവസമായ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ജനകീയ വിദ്യാഭ്യാസവും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും എന്ന സെമിനാറിനാണ് നിങ്ങളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 2020 ഒക്ടോബർ 2 ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിന് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ 4 വർഷങ്ങൾ കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുക എന്ന ലക്ഷ്യമാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രിയങ്കരായ വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, കേരളത്തെ ഒരു നവവിജ്ഞാന സമൂഹമായി മാറ്റിയെടുക്കുക, അതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുക എന്ന ബൃഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചരിത്രമുറങ്ങുന്ന കൊല്ലം ജില്ലയുടെ മണ്ണിൽ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഒരു ഓപ്പൺ സർവകലാശാല സ്ഥാപിതമായത്. ഈ സർവകലാശാല ഇന്ന് 4 വർഷം പിന്നിടുമ്പോൾ 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ സെമിനാറിന്റെ ഭാഗമായി നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ വിവിധങ്ങളായ സാമൂഹ്യ സാമ്പത്തിക വിഷയങ്ങളുണ്ട്. ഇത്തരത്തിൽ ഇതെല്ലാം പരിഹരിക്കുന്നതിനായി സാമൂഹിക ശാക്തീകരണത്തിന്റെ പ്രക്രിയയിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. അത്തരത്തിൽ സാമൂഹിക ശാക്തീകരണത്തിന്റെ ഒരു വലിയ ഉദ്യമമാണ് സർവകലാശാല ഏറ്റെടുത്തിരിക്കുന്നതിന്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയെ പറ്റി ആൾറെഡി ഗ്രേഷ്യസ് സാർ ഒരുവിധം പറഞ്ഞ് ബാക്കി പാനലിസ്റ്റ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, ഇതിലും നല്ല ഒരു സന്ദേശം ലോകത്തിന് ഒരാൾക്കും കൊടുക്കാൻ പറ്റത്തില്ല. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, ആ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുന്ന വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും പറ്റൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് നമ്മൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുന്നുള്ള ഒരു ഉപദേശം നമ്മുടെ സമൂഹത്തിന് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയതും. ഈ ഭൂമുഖത്ത് കാണുന്ന സർവ്വ ജീവജാലങ്ങളും തങ്ങളുടെ ജീവിതം പൂർണ്ണമാകുന്നവരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യബോധം ഉണരുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് ഇന്ന് ഈ കാലത്തെ എല്ലാ അസ്വാതന്ത്ര്യത്തിനും മൂലഹേതു എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. വിദ്യ കൊണ്ടൊരു വ്യക്തിയെ മൗലികമായ ആശയങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഈ അസ്വാതന്ത്ര്യത്തെ മറികടക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന വിഷയമാണ് ഗുരുദേവൻ നവോത്ഥാനത്തിനായി സമൂഹത്തെ ആകമാനം ഉദ്ബോധിപ്പിച്ചത്. ജാതീയമായ വിവേചനത്തിലൂടെ നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ നേടിയെടുക്കാനും വിദ്യാഭ്യാസമാണ് പ്രാഥമികമായി വേണ്ടതെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അറിവാണ് ശക്തി. അറിവിന്റെ അഭാവം കൊണ്ടാണ് ലോകത്ത് സർവ്വവിധ അസ്വാതന്ത്ര്യം ഉണ്ടാകുന്നതും അസമത്വങ്ങളും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചിട്ട് ജോലിയില്ല, അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് സിസ്റ്റത്തെ കുറ്റം പറഞ്ഞു, അല്ലെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനനുസരിച്ച് നമ്മളും എക്യുപ്പിഡായെങ്കിൽ മാത്രമേ നമുക്ക് ഒരു തൊഴിലോ അല്ലെങ്കിൽ ഒരു കരിയറോ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് എനിക്കൊരു കുട്ടികളോട് പറയാനുള്ളത്, ഒരു ജോലിക്ക് വേണ്ടിയല്ല പഠിക്കേണ്ട, ഒരു കരിയറിന് വേണ്ടി പഠിക്കണം. ഒരു കരിയർ പ്ലാനിങ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് അത് എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം എന്നനുസരിച്ചിട്ട് വേണേ പഠിച്ചാൽ ഇക്കാലത്ത് തൊഴിലില്ലായ്മയ്ക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ്, കരിയർ പ്ലാനിങ്. നമ്മളത് ചെയ്യുന്നില്ല. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഒരു ജോലിക്കല്ല കുട്ടികളെ പഠിക്കേണ്ട, ഒരു കരിയർ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതെന്തുമാവാം, വിദ്യാഭ്യാസമാവാം, വ്യവസായമാവാം, കലാരംഗത്തുള്ള പ്രവർത്തനങ്ങളാകാം. അത് നമുക്ക് ഏതാണോ നമ്മുടെ സ്കില്ല്, ഓരോരുത്തർക്കും ഓരോ സ്കില്ല്, ഓരോ എബിലിറ്റി ഉണ്ട്. അതിനനുസരിച്ചിട്ട് വേണം ഒരു കോഴ്സ് പഠിക്കാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച്, ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏത് കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും?
അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് മാത്രം പഠിപ്പിച്ചാൽ പോരാ. അങ്ങനല്ല ചോദിക്കുന്നത്. എന്റെ ആഗ്രഹം ഇതാണ്, എന്റെ സ്വപ്നം ഇതാണ്, എനിക്ക് ഈ ഒരു കരിയർ ബിൽഡ് ചെയ്യാനാണ് ആഗ്രഹം. അതിനനുസരിച്ച് ഏത് കോഴ്സാണോ, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നല്ല മറുപടി തന്ന് ആ രീതിയിൽ ബിൽഡ് ചെയ്ത ഈ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ജോലിയും കിട്ടും. കേരളത്തിലുണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും നേട്ടങ്ങളുടെയും അളവ് പരിശോധിക്കുമ്പോൾ നല്ലത് എന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ ശ്രീനാരായണ ഗുരു സർവകലാശാല എന്ന നാമധേയത്തിൽ ആ സർവകലാശാലയുടെ ബാനറിൽ ഈ 4ാം വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന ഈ പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുമ്പോൾ കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ കേരളത്തിലെ വിദൂര വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയെല്ലാം സാംശീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ബിരുദം കിട്ടുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പാക്കിയ സർവകലാശാലയുടെ ഭാഗമായി നിന്ന് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ ആരംഭിക്കുകയും വളരെ ചുരുങ്ങിയ വിദ്യാർത്ഥികളും സംവിധാനങ്ങളും ഒക്കെയായി തുടക്കം കുറിച്ച സർവകലാശാല ഇന്ന് കേരളത്തിലെയും രാജ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ നിരയിലേക്ക് വളർന്നു വരികയും ചെയ്യുന്ന കാഴ്ചയാണ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കാണുന്നു. 7000 വിദ്യാർത്ഥികളും 6 പ്രോഗ്രാമുകളുമായി, കോഴ്സുകളുമായി ആരംഭിച്ച സർവകലാശാല ഇന്ന് 33 കോഴ്സുകളും ഡിഗ്രി, PG, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഏതാണ്ട് 55,000-ലധികം വിദ്യാർത്ഥികളും പഠിക്കുന്ന നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി, സർവകലാശാലയായി നമ്മുടെ ഈ കൊല്ലത്തിന്റെ നഗരത്തിൽ ആരംഭിച്ച് വിജയത്തിലേക്ക് മുന്നേറുന്നു എന്നുള്ളത് അത് മഹാനായ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഈ കൊല്ലം നഗരത്തിൽ സ്ഥാപിക്കപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അഭിമാനകരമായ നേട്ടങ്ങളിൽ ഒന്നാണ്. വിദ്യ അന്യമായി പോയവരെ കൂടി ഉൾക്കൊള്ളുവാൻ പാകത്തിലുള്ള ഒരു തുറന്നു കൊടുക്കലാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു തുറന്നു കൊടുക്കലാണ് ഗുരു അവിടെ നിർവഹിച്ചത്. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഈ സമുദായത്തിലെ ജനങ്ങളെ കണ്ടു, അവരുമായി സംവദിച്ചു. വിദ്യയാണ് ഏറ്റവും വലിയ മോചനമാർഗം എന്ന് അവരോട് ചൊല്ലിക്കൊടുത്തു. അവരെ ഈ നിശാ പാഠശാലയിൽ എത്തണമെന്ന് പറഞ്ഞു. അവിടെ വരുന്നവർക്ക് പ്രായവ്യത്യാസമില്ല, രക്ഷിതാക്കൾക്കോടൊപ്പം കുട്ടികൾക്ക് വരാം. അങ്ങനെ രക്ഷിതാക്കളും മുതിർന്നവരും കുട്ടികളും അടക്കം എല്ലാവരും ആ നിശാ പാഠശാലയിൽ എത്താൻ അദ്ദേഹം ഉപദേശിച്ചു. അങ്ങനെ ഗുരു കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെയാണ് ഒരർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും സഞ്ചരിക്കുന്നത്. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം. അത് നമ്മൾ സാധ്യതമാക്കുന്നത് അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഏറ്റവും ലിബറൽ ആക്കിയാണ്. ബെയർ മിനിമം ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠിതാവാകാം. ഒരു മാർക്ക് റെസ്ട്രിക്ഷനുമില്ല, ഒരു വിഷയ റെസ്ട്രിക്ഷനുമില്ല. ഉദാഹരണമായി ഹ്യൂമാനിറ്റീസോ സയൻസോ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് കോമേഴ്സ്, ബികോം എടുത്ത് പഠിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അതുപോലെ തന്നെ ഒരു മിടുക്കനായ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു പഠിതാവിന് ഒന്നിൽ കൂടുതൽ ഡിഗ്രി ഒരേ സമയം പഠിക്കുന്നതിനുള്ള അവസരവും കേരളത്തിൽ ആദ്യമായി നൽകിയത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടുന്നതിന് TC എന്ന ഒരു വലിയ തടസ്സം ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, അഡ്മിഷനിൽ ഇങ്ങനെ ഉള്ള ഒരു വളരെ ലിബറൽ ആയിട്ടുള്ള മറ്റ് സർവകലാശാലകളും മറ്റു കോളേജുകളും സെലക്റ്റീവ് അഡ്മിഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓപ്പൺ അഡ്മിഷനാണ്. അപ്പൊ അതാണ് ഒരു വലിയ തുറന്നുകൊടുക്കൽ, ഒരു വലിയ ജനകീയവൽക്കരണത്തിന്റെ ഒരു വലിയ മുന്നേറ്റം നടത്തിയത്. രണ്ടാമത്തേത് അവിടുത്തെ പഠനക്രമമാണ്. നമ്മുടെ പഠനക്രമം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഡെലിവറി എന്ന് പറയുന്നത് നമുക്കറിയാം. സാധാരണ കൺവെൻഷണൽ യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിലെ വിദ്യാർത്ഥികൾ എന്നും കോളേജിലെത്തുന്നു, അവര് അധ്യാപകരുമായി മുഖാമുഖം കാണുന്നു, അവരുമായി സംവദിക്കുന്നു. അങ്ങനെ ഒരു പാഠ്യക്രമമാണ് അവിടെ ഉള്ളത്. പക്ഷേ പല കാരണങ്ങളാൽ ഇത്തരം പാഠ്യക്രമത്തിൽ ചെന്നുപെടാൻ പറ്റാത്തവർക്ക് കൂടി അനുയോജ്യമായ രീതിയിലുള്ള എനി ടൈം എനി വെയർ ലേണിംഗ് ആണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആർക്കും എവിടെ വെച്ചും എപ്പോഴും പഠനം നിർവഹിക്കാൻ പാകത്തിലുള്ള ഒരു പാഠ്യക്രമമാണ്, ഒരു പഠന സമ്പ്രദായമാണ് കേരള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് നടത്തുന്നത്. അത് നമ്മളെ ഇവിടെ നേരിട്ടുള്ള ഫേസ് ടു ഫേസ് വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ നേരിൽ കാണുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ പഠനം അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ജാഗ്രതയോടെ തയ്യാറാക്കിയ സ്വയം പഠന സാമഗ്രികളുടെ അടിസ്ഥാനത്തിലാണ്. ആ സ്വയം പഠന സാമഗ്രികളുടെ ക്വാളിറ്റി എത്രയും ഉയർന്നു നിർത്താനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് യൂണിവേഴ്സിറ്റി തയ്യാറാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധർ ഈ കണ്ടന്റ്, പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ തയ്യാറാക്കുന്നത്. ആ പാഠഭാഗങ്ങൾ തയ്യാറാക്കുമ്പോൾ ഗുരു അത് വായിക്കുമ്പോൾ ഈ പഠിതാവിന്റെ അടുത്ത് ഒരു ഗുരു ഫിസിക്കലി പ്രസന്റ് അല്ലെങ്കിലും അത് ആ പാഠഭാഗങ്ങൾ വായിച്ചു പോകുമ്പോൾ ഒരു ഗുരുവിന്റെ ഇൻവിസിബിൾ ആയിട്ടുള്ള സാന്നിധ്യം കാണാൻ കഴിയില്ലെങ്കിലും അവിടെ ഒരു ഗുരുവിന്റെ സാന്നിധ്യം ഇവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കണ്ടന്റ് തയ്യാറാക്കുന്നത്. അതുപോലെ ആ കണ്ടന്റിന്റെ ഓരോ കണ്ടന്റിന്റെയും അവസാനം, പാഠഭാഗത്തിന്റെയും അവസാനം അവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. പരീക്ഷയെ മാത്രം മുൻനിർത്തിയല്ല ഈ ചോദ്യങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ വായിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ, ഈ ചോദ്യത്തിലുള്ള കാര്യം താൻ ഗ്രഹിച്ചോ അല്ലയോ എന്ന സ്വയം ഇവാലുവേറ്റ് ചെയ്യാനുള്ള സെൽഫ് ഇവാലുവേഷനുള്ള മാർഗവും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള സെൽഫ് ലേണിംഗ് മെറ്റീരിയലിനൊപ്പം മറ്റ് ഡിജിറ്റൽ തട്ടകങ്ങളും വീഡിയോ, ഓഡിയോ, ഓൺലൈൻ ക്ലാസ്സസ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായവും കൂടി തേടിക്കൊണ്ട് ആണ് നമ്മൾ എനിവൺ, എനിവയർ, എനി ടൈം ലേണിംഗ് എന്നുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ള, വളരെ ജനകീയമായിട്ടുള്ള ഒരു പാഠ്യക്രമം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തെക്കുറിച്ച് കേരളത്തിന് വെളിയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം, മറ്റൊന്ന് കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് കേരളത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുറത്ത് അറിയപ്പെടുന്നത്. നമ്മളോട് പലരും സംസാരിക്കുമ്പോൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം അവർ ചോദിക്കുന്നത് 100% സാക്ഷരതയുള്ള സംസ്ഥാനമല്ലേ? വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കേരളത്തിന് വെളിയിലുള്ളവർ കേരളത്തെക്കുറിച്ച് നടത്തുന്നത്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, മലയാളികൾ വിമർശനാത്മകമായി നമ്മളെ വിലയിരുത്താറുണ്ട്. അതും വളരെ പ്രധാനമാണ്, സ്വാഭാവികവുമാണ്. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ ആർക്കും തള്ളിക്കളയാൻ സാധിക്കില്ല. അത് ചരിത്രപരമായി പല കാരണങ്ങൾ കൊണ്ടും വിദ്യാഭ്യാസ രംഗത്ത് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ നേരത്തെ തന്നെ മുൻപന്തിയിലെത്താൻ കേരളത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേരളീയർ കേരളത്തിന് വെളിയിലേക്കും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും
ലോകത്തെ പല ഭാഗങ്ങളിലേക്കും വളരെ കാലം മുമ്പ് തന്നെ സഞ്ചരിക്കുകയും അവിടെയൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും പലരും തിരിച്ചു വരികയും പലരും തിരിച്ചു വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് ഒരിക്കലും കേരളത്തിന്റെ എന്തെങ്കിലും ദോഷം കൊണ്ടല്ല, അത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയിട്ടുള്ള നേട്ടത്തിന്റെ ഫലമായിട്ടാണ് മലയാളികൾ പുറത്തേക്ക് പോകുന്നത്. എന്നാൽ ഈ പുറത്തേക്കുള്ള പോക്കിനെ പലരും കാണുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ്. എന്തോ ഇവിടെ കുഴപ്പമാണ് എന്ന രീതിയിലാണ് പലരും കാണുന്നത്. അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. വിദൂര വിദ്യാഭ്യാസത്തെ കുറിച്ചും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, വിദൂര വിദ്യാഭ്യാസം ലോകത്തെ പല സർവകലാശാലകളിലും ആരംഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അതിന് പല ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. പ്രധാനമായും നമുക്കറിയാം, വിദ്യാഭ്യാസം ചുരുക്കം ചിലരിൽ ഒതുങ്ങി നിന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ രാജ്യങ്ങളിലും വളരെ മുമ്പ് ഉണ്ടായിരുന്നത്. അതായത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ വിദ്യാഭ്യാസത്തിന് ഉള്ള അവസരം ലഭിച്ചിരുന്നുള്ളൂ. ഇന്ന് പോലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് കഴിയുന്നത്ര ആളുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ 2025 നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ സമീപകാലം വരെ കഴിയുന്നത്ര ആളുകളെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ രീതി. എൻട്രൻസ് ടെസ്റ്റുകൾ വെച്ചും അങ്ങനെ മറ്റു പല സ്ക്രീനിങ് പ്രോസസ്സിലൂടെ ആളുകളെ ഒഴിവാക്കി കുറച്ചു പേർക്ക് മാത്രം വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് രീതി. അത് പരമ്പരാഗതമായിട്ട് നമ്മൾ ശീലിച്ച രീതിയാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം വേണ്ട, അല്ലെങ്കിൽ അതിന് അർഹതയില്ല എന്നുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി നമ്മൾ പരിപാലിച്ചു പോകുന്നു. എന്നാൽ ഓപ്പൺ എഡ്യൂക്കേഷൻ എന്നത് അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു രീതിയാണ്. ഓപ്പൺ എഡ്യൂക്കേഷൻ, ആ ഓപ്പൺ എന്ന വാക്കിൽ തന്നെ തുറന്ന ഒരു സമീപനം ഈ കാര്യത്തിൽ എടുക്കുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നതാണ് ഓപ്പൺ സർവകലാശാലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. വിദൂര വിദ്യാഭ്യാസം എത്തരത്തിൽ തൊഴിൽ മേഖലകൾ ഉണ്ടാക്കിക്കൊണ്ട് തൊഴിലില്ലായ്മയെ പരിഹരിക്കാം എന്നതാണ് ഞാനിവിടെ സംസാരിക്കുന്ന വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഭാരതത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ച് ശ്ലാഘിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ തൊഴിലില്ലായ്മയെ കുറിച്ച് കൂടി നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ വിദൂര വിദ്യാഭ്യാസം നേടുക എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാവുക എന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ തൊഴിലില്ലാത്ത അല്ലെങ്കിൽ തൊഴിലിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു വലിയ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ജ്ഞാന സമൂഹ നിർമ്മിതിയുടെ പങ്കാളികളാകാൻ നമുക്ക് എപ്പോഴും കഴിയുകയുള്ളൂ. ഇപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള നമ്മുടെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മുടെ കോഴ്സുകൾ വിഭാവനം ചെയ്യുമ്പോൾ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ബിരുദ കോഴ്സുകളും ബിരുദാനന്തര കോഴ്സുകളും മാത്രമല്ല, കൂടുതലായി ഇപ്പോ BA നാനോ എന്റർപ്രണർഷിപ്പ് തുടങ്ങിയുള്ള പുതിയ കോഴ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ്. നമ്മളൊക്കെ ജീവിച്ചിരുന്നിടത്ത് പുസ്തകങ്ങളും അല്ലെങ്കിൽ പുസ്തകത്തിന്റെ മണവും ഒക്കെ ആയിരുന്നു നമ്മുടെ നൊസ്റ്റാൾജിക് ഓർമ്മകളെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളും ടാബുകളും ഒക്കെയാണ് അവരുടെ വിദ്യാഭ്യാസത്തെയും അറിവിനെയും ഒക്കെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളായി മാറിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയിടത്തു നിന്ന് ബഹുദൂരം സഞ്ചരിച്ച ഒരു തലമുറയോടാണ് നമ്മൾ എപ്പോഴും സംവദിക്കുവാൻ നമുക്ക് എപ്പോഴും അവസരം ലഭിക്കുന്നത്. ആ ഒരു മുന്നൊരുക്കത്തോടു കൂടി മാത്രമേ നമുക്ക് തൊഴിലില്ലായ്മയെയും അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കോഴ്സുകളെയും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റൂ. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സർവകലാശാലകൾ, പ്രൈവറ്റ് സർവകലാശാലകൾ ഉൾപ്പെടെ വരികയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ
വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ കുടിയേറി പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് തൊഴിലവസരങ്ങൾ കൂടുതൽ കിട്ടുന്ന തരത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തെ പണ്ട് ചിട്ടപ്പെടുത്തുന്ന തരം അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നമ്മൾ 4 വർഷ ബിരുദം കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ഏറ്റവും മനോഹരമായ ലേഖനങ്ങൾ എഴുതുമ്പോൾ വെബ്സ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് എഡ്യൂകെയർ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എഡ്യൂകെയർ ആണ്, അതായത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഈ വളർത്തിക്കൊണ്ടുവരിക, ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരിയായി ആ സമൂഹത്തിലെ ആ വ്യക്തിയെ, അവന്റെ കഴിവിനെ എങ്ങനെ അവർക്ക് പുറത്തു കാണിക്കാൻ പറ്റും എന്നിടത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൽ, അത് വിദൂര വിദ്യാഭ്യാസത്തിലായാലും ഔപചാരിക വിദ്യാഭ്യാസത്തിലായാലും നമ്മൾ തൊഴിലില്ലായ്മയെ പരിഹരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ നിർണയന ശക്തികളായി നമ്മൾ മാറുന്നത്. ഇപ്പോ നാനോ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. BA നാനോ എന്റർപ്രണർഷിപ്പ് എടുത്ത് ആ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു മൈക്രോ നിലവാരത്തിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അവർ സംരംഭകരായി തന്നെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയുമാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഒരു തൊഴിൽ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ തന്നെ അവർക്ക്, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഏൺ വൈൽ യു ലേൺ, പഠനത്തോടൊപ്പം തന്നെ അവർക്ക് സമ്പാദിക്കാനും കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ അവരെ പാകപ്പെടുത്തി എടുക്കുന്നു. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ലുലുമാൾ അടക്കമുള്ള ഉന്നത കച്ചവട സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ഒട്ടേറെ പെട്ടിക്കടകൾ അടക്കമുള്ളവ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം കണ്ടത്. അത് ഒരുപാട് തരത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്ന് ഒരുപാട് പേർ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് നമ്മൾ ഉന്നത കച്ചവട സ്ഥാപനങ്ങൾ വരുമ്പോൾ തന്നെയും സാധാരണ മനുഷ്യർക്ക് അത്യാവശ്യമുള്ള വസ്തുക്കൾ ഏറ്റവും ആവശ്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലാണ് നമ്മുടെ സംരംഭകത്വം വികസിപ്പിച്ചെടുക്കുന്നതെങ്കിൽ അത്തരം തൊഴിൽ മേഖലകളിൽ നമ്മൾ എപ്പോഴും വൈദഗ്ധ്യമുള്ളവരായി തീരും. അതുകൊണ്ടാണ് ഇന്ന് ഓൺലൈൻ ബിസിനസ് രംഗത്ത് ഓൺലൈൻ മാർക്കറ്റിംഗ് വളരെ സജീവമായി മാറിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ സർവകലാശാല ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും കൊണ്ടുവരുന്നുണ്ട്. IELTS അടക്കമുള്ള ഭാഷാ പരിജ്ഞാനം കൊടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പോലും തൊഴിലവസരങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിന്, നമ്മുടെ വിദ്യാർത്ഥികൾ എന്നതിനേക്കാൾ ഉപരി പ്രായത്തിന് യാതൊരു നിബന്ധനകളും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പഠിതാക്കൾക്ക് എവിടെ പോയാലും നിലനിൽക്കാൻ പറ്റുന്ന തരത്തിൽ അവരെ സജ്ജമാക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഏറ്റെടുത്തിട്ടുണ്ട്. പഞ്ചമിയുടെ കാലം കഴിഞ്ഞ് 125 കൊല്ലമായിട്ടും നമുക്കിടയിലും നമ്മുടെ വീട്ടിലും നമ്മുടെ അടുത്ത വീട്ടിലും നമ്മുടെ ചുറ്റുപാടും നിരവധി ആൾക്കാരുണ്ട്, വിദ്യാഭ്യാസം കിട്ടുന്നവരും കിട്ടാത്തവരും. എന്തിനാണ് വിദ്യാഭ്യാസം? നമുക്കെന്തിനായിരുന്നു വിദ്യാഭ്യാസം? വെറും ജോലി നേടാൻ മാത്രമല്ല, ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വികസനമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇവിടെ ഇരിക്കുന്നവര് മിക്കവാറും വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണ്. വിദ്യാഭ്യാസത്തിന്റെ പരമോന്നത ബിരുദങ്ങൾ നേടിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്താണ് എന്നുകൂടി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ചർച്ച ചെയ്ത് പോകാവുന്നതാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ മിക്കവാർക്കും എല്ലാവർക്കും അറിയാം എന്തെല്ലാമാണ് പദ്ധതികൾ എന്നുള്ളത്. ഫേസ്ബുക്ക് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈവിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ടാവും. ഇതുപോലെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരും കെട്ടുപണി നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഇരുമ്പ് കമ്പി ചൂട് നൽകി ഇലക്ട്രിക് വെൽഡിംഗ് ഒക്കെ നടത്തി ചൂടേറ്റ് കണ്ണിലൊക്കെ ഗ്ലാസ് ഒക്കെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെയും വിദ്യാഭ്യാസം നേടണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാവും. ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല പലരും ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരള ഗവൺമെന്റ് 2ാം ഘട്ടത്തില് 4ാം വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തില് ഏറ്റവും സന്തോഷകരമായി പറയാവുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതിന്റെ
അതിന്റെ ആക്ട് വന്നിട്ട് 4ാം വാർഷികം ആഘോഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട VC സാർ ഇത്തരം ഒരു സെമിനാർ ചോദിച്ചു മേടിക്കുന്നത് അത്തരം ഒരു ആഘോഷവേള കൂടി നമ്മള് ജനങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തെ എത്തിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഈ അവസരത്തിൽ മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. ഈ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളെ സംബന്ധിച്ചും അതിനെപ്പറ്റി വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോഴ്സുകൾ പാസ്സായി വരുന്ന ആളുകൾക്ക് തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരുപാട് അവസരങ്ങൾ ഇന്നുണ്ട്. അതിനെ സംബന്ധിച്ചുമെല്ലാം ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ശ്രമവുമായി ഈ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ യൂണിവേഴ്സിറ്റി മുന്നോട്ട് വന്നിട്ടുള്ള സംഗതികളെ സംബന്ധിച്ചുമെല്ലാം നേരത്തെ ഈ വിവിധ പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പ്രാസംഗികർ നിങ്ങളോട് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിദൂര വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള ഗവൺമെന്റ് നേതൃത്വത്തിൽ അനുവദിക്കപ്പെട്ട ഒരു സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഒരുപാട് കോഴ്സുകൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് തന്നെ മറ്റു പല യൂണിവേഴ്സിറ്റികളിലും ഇല്ലാത്ത കോഴ്സുകൾക്കും ഇവിടെ ആ കോഴ്സുകൾ നടത്തുന്നുള്ള അനുവാദം UGCയിൽ നിന്നും മറ്റും ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വളരെയധികം സ്കോപ്പ് ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വരാനും ഇവിടുത്തെ കോഴ്സുകൾ അത് വിജയകരമായി പൂർത്തിയാക്കി അവർക്ക് ജീവിതത്തിന്റെ വിവിധ തുറകളിൽ പോകുന്നതിനുള്ള അവസരമുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ സ്ഥാപിതമായിരിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ, പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയവർ മാത്രമല്ല, പൂർത്തീകരിക്കാൻ പറ്റാത്തവരും തുടർന്ന് കൂടിയ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി എടുത്തവർക്ക് PG എടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും അത് സാധ്യമാകുന്ന ഒരു അവസ്ഥ നമുക്ക് നേരത്തെ വിദൂര വിദ്യാഭ്യാസത്തിൽ നിന്ന് ലഭ്യമായിരുന്നെങ്കിലും ഇവിടെ പറഞ്ഞതുപോലെ ഈ സാധാരണ വിദൂര വിദ്യാഭ്യാസത്തിന് അതിനെ വേറിട്ട് കാണുന്ന ഒരവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റു യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്കും ഒരേ തരത്തിലുള്ള ഒരു വിലയുണ്ട് സർട്ടിഫിക്കറ്റിന് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമാണ്. എന്നിരുന്നാലും ഞാൻ ഈ ഘട്ടത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ ആ സർട്ടിഫിക്കറ്റിന് നല്ല വിലയോടുകൂടി തന്നെ പുറത്തേക്ക് വരുന്നു എന്നുള്ള നമ്മുടെ വിശ്വാസത്തിന് ചെറിയൊരു കളങ്കം തട്ടുന്ന ഒരു അനുഭവം ഞാൻ പറയാം. നമുക്ക് ഒരു സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ, ജോലിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എന്റെ സമീപത്തുള്ള ഒരാള് വിപ്രോ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക്, സാധാരണ നല്ലൊരു സ്ഥാപനമായിട്ട് കരുതപ്പെടുന്ന സ്ഥാപനമാണത്, നല്ല സാധ്യതകളും ഉയർന്ന പ്രതിഫലമൊക്കെ കിട്ടുന്ന സ്ഥാപനമാണ്. എന്നാൽ ആ സ്ഥാപനം പ്രത്യേക കണ്ടീഷനായിട്ട് പറഞ്ഞിരുന്നത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ വിദൂര വിദ്യാഭ്യാസ രംഗത്തോ പഠിച്ചവരായിരിക്കരുത് എന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർക്ക് കഴിവുള്ളവരാണെങ്കിൽ പോലും അതിൽ പങ്കെടുക്കാൻ തന്നെ പറ്റാത്ത ഒരു സാഹചര്യമാണ് വരുന്നത്. അതേസമയം പങ്കെടുത്തിട്ട് അവർക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ അവർ പുറത്താകുന്നെങ്കിൽ ആകട്ടെ, അതിനു പകരം അവർ പങ്കെടുക്കേണ്ടതില്ല അല്ലെങ്കിൽ അവർക്ക് അർഹതയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു തുല്യത ഇല്ലാതാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതില് സർക്കാർ തലത്തിലോ അല്ലാതെയോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇടപെട്ടുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുല്യതയില്ലായ്മ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. രണ്ടാമത്തേത്, ഒരു ലേണർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഓക്കെ അല്ല 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പറഞ്ഞു തരുന്നത്. രണ്ടാമത്തേത്, നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന SLM, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, അത് 2 വർഷത്തിന് മുമ്പേ തന്നെ തയ്യാറാക്കിയത് പോലും
ഇപ്പോൾ പഠിക്കുന്നവർക്ക് മാറ്റമില്ലാതെ തുടങ്ങുന്ന ആ പുസ്തകം സമയത്ത് കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് പരിശോധിച്ചിട്ട് സമയത്ത്, കാരണം അത്തരത്തിൽ അതിന്റെ നമുക്ക് ഈ ഓൺലൈനായിട്ടുള്ള പഠനത്തിനിടയിലേക്ക് ഈ പുസ്തകം ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് സമയത്ത് ലഭ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പഠിതാവിന്റെ പേരൊന്ന് പറയണേ. പേര്? എന്റെ പേര് ജോൺസൺ പീറ്റർ കാർഡോസ് എന്നാണ് മുഴുവൻ പേര്. ഓക്കെ. ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞുകൊല്ലം വിരമിച്ചതാണ്. അതിനുശേഷമാണ് ഈ കോഴ്സിൽ ചേർന്നത്. ഏവർക്കും അറിയാവുന്നതുപോലെ ഓപ്പൺ സർവകലാശാലയിൽ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ആരംഭിക്കണമെങ്കിൽ, അത് UG ആണെങ്കിലും PG ആണെങ്കിലും ആരംഭിക്കണമെങ്കിൽ ആ പ്രോഗ്രാമിന്റെ വിശദമായ പ്രോഗ്രാം പ്രോജക്ട് റിപ്പോർട്ടും കരിക്കുലവും സിലബസും ഉൾപ്പെടെയുള്ള സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസിന്റെ കണ്ടന്റ് ഉൾപ്പെടെ UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയ്ക്ക് സമർപ്പിക്കുകയും അവരത് പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയതിനു ശേഷം സർവകലാശാലയുമായി ഒരു ഇന്റർഫേസ് മീറ്റിംഗ് നടത്തി ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് UGCക്ക് അതെല്ലാം അംഗീകരിക്കുന്നുള്ള ബോധ്യത്തിലാണ് ഒരു പ്രോഗ്രാം ഓപ്പൺ സർവകലാശാലയ്ക്ക് അനുവദിക്കുന്നത്. ആ പ്രോസസ്സിൽ കൂടിയാണ് വിവിധ ഘട്ടങ്ങളിലായി ഈ പ്രോഗ്രാമുകൾക്കെല്ലാം UGC അംഗീകാരം നൽകിയത്. UGCയുടെ തന്നെ ഒരു ഉത്തരവിൽ കൂടെ റെഗുലർ മോഡിൽ നേടുന്ന ബിരുദങ്ങളും ഓപ്പൺ ഡിസ്റ്റൻസ് മോഡിൽ കൂടെ നേടുന്ന ബിരുദങ്ങളും തുല്യമാണ് എന്ന് UGCയുടെ ഉത്തരവ് തന്നെ നിലവിലുണ്ട്. അപ്പം ഇത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ഓപ്പൺ സർവകലാശാലയുടെ ബിരുദങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, സർക്കാരും അംഗീകരിക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്കിപ്പം വൈസ് ചാൻസലർ നൽകിയത് UGCയുടെ ചെയർമാൻ നേരിട്ട് നൽകിയ ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയിൽ തന്നെ UGC വൈസ് ചെയർമാൻ പറയുന്നത് ഓപ്പൺ സർവകലാശാല, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് മോഡിൽ നടത്തുന്ന എല്ലാ ബിരുദങ്ങളും ബിരുദാനന്ത ബിരുദങ്ങളും റെഗുലർ മോഡിന് തുല്യമായി UGC ഓൾ ഇന്ത്യ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നു. ഡിലേ വരാൻ ഒരു കാര്യം, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ. അതായത് ഗവൺമെന്റ് ഓർഡർ പ്രകാരം CERT-ലാണ് നമ്മൾ SLM പ്രിപ്പയർ ചെയ്യുന്നത്. അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ ബുക്ക് കൊടുത്ത ചില സമയത്ത് അവർക്ക് ഈ +2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലോട്ടറി ഒക്കെ പ്രിന്റ് ചെയ്യാൻ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ കൊടുത്താലും ചില സമയത്ത് 1 മാസമൊക്കെ ഡിലേ ആയി വരുന്നുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ SLM സബ്മിഷൻ ഡിസ്ട്രിബ്യൂഷന് ചില പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു മിനി പ്രസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ വരുന്ന ഷോർട്ടേജ് സമയത്ത് ഒരു 200 ബുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് സ്റ്റുഡൻസിന് എത്തിക്കാനുള്ള ഒരു സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ അടുത്ത അക്കാഡമിക് ഇയർ തൊട്ട് നമ്മൾ ബുക്ക് വന്നിട്ട് LSE വഴിയാണ് ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അടുത്ത അക്കാഡമിക് ഇയർ തൊട്ട് ഡയറക്റ്റ് സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ വീട്ടിലെത്താൻ വേണ്ടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളെ SLM കറക്റ്റ് സമയത്ത് തന്നെ അടുത്ത അക്കാഡമിക് ഇയർ തൊട്ട് സ്റ്റുഡൻസിന്റെ വീട്ടിലെത്താൻ ഡയറക്റ്റ്. അതിനുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ടീം തന്നെ ഇതിന്റെ പുറകിലുണ്ട്. ഈ മെറ്റീരിയൽ എഴുതുക, അതിനുശേഷം അത് റിവ്യൂ ചെയ്യുക, ഫൈൻ ട്യൂൺ ചെയ്യുക, അത്തരത്തിലുള്ള നിരവധി പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് അത് പ്രിന്റിങ്ങിന് പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ പ്രിന്റിങ്ങിന് പോകുന്ന ഒരു പുസ്തകം പ്രിന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നു. അതിനുശേഷം അതിനുശേഷം ഇപ്പോ ജ്ഞാനഭാരം എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. നോളജ് ഈസ് ബിക്കമിങ് എ വെയിറ്റ്. 1 കിലോഗ്രാമിന്റെ പുസ്തകം, 2 കിലോഗ്രാമിന്റെ പുസ്തകം എന്നുള്ള രീതിയിൽ നോളജ് ബികോമിന്റെ പുസ്തകം ഭാരമാകുന്നു. ലൈക്ക് അങ്ങനെയല്ല, ഞങ്ങൾ തമാശ പറഞ്ഞേ ഉള്ളൂ. ബട്ട് ഈ SLMകളെല്ലാം തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരളത്തിന്റെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് എൻറ്റയർ കേരളയാണ് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. മുഴുവൻ കേരളത്തിന്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം തുമ്പ വരെയുള്ള സെന്റേഴ്സിലാണ് നമ്മൾ ഇത് എത്തിക്കുന്നത്. തീർച്ചയായും കാലതാമസം കഴിഞ്ഞ ചില മെറ്റീരിയലിന്റെ വിതരണത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണമായി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഡിലേ ആണെന്ന് പറയാൻ കഴിയില്ല. ചില LSEകളിൽ അത് എത്തിക്കുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളുടെ കുറവും അത് വിതരണത്തിനുള്ള ഒരു അവൈലബിലിറ്റിയും അവിടുത്തെ
അവരുടെ കോർഡിനേറ്ററുടെ അവൈലബിലിറ്റിയും അതടക്കം പരിഹരിച്ചുകൊണ്ടാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഓരോ LSCകളിലും ഇത് വിതരണം ചെയ്യാനായിട്ട് അവിടുത്തെ കാര്യങ്ങൾ, പഠിതാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും ഒരു ഫുൾ ടൈം അസിസ്റ്റന്റിനെ തന്നെ ആദ്യം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നത്തിനുള്ള ആദ്യ പരിഹാരം എന്നുള്ള നിലയ്ക്ക് കാണുന്നത്. അപ്പൊ പഠിതാവ് ഏത് ദിവസം LSCയിൽ എത്തിയാലും അത് വിതരണം ചെയ്യുന്ന തരത്തിലായിരിക്കും അവിടുത്തെ അറേഞ്ച്മെന്റ്. അപ്പൊ കോർഡിനേറ്റർ, അവിടുത്തെ മുഴുവൻ സമയം അധ്യാപകനായിട്ടുള്ള കോർഡിനേറ്ററെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ മറ്റൊരു അറേഞ്ച്മെന്റിലാണ് തുടക്കം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ MDDC മെറ്റീരിയൽ ഡെവലപ്മെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന് ഒരു പുതിയ വലിയ ഒരു ഹാള് നമ്മൾ കണ്ടെത്തുന്നു. ആ MDDCയോട് അറ്റാച്ച് ചെയ്ത് തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മൾ അവിടെ തുടങ്ങാനുള്ളതാണ്. ഒരു ചർച്ച കഴിഞ്ഞു. നാളെ 11:30 കൊല്ലം ജില്ലയിലെ പോസ്റ്റൽ സൂപ്രണ്ടുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് ഓരോ പഠിതാവിന്റെയും വീട്ടിലേക്ക് പഠന സാമഗ്രികൾ എത്തുന്നത് യാഥാർത്ഥ്യമാവും എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് രജിസ്ട്രാർ പീരീഡില് 1 വർഷമാണോ 2 വർഷമാണോ 4 വർഷം ഞാൻ തേക്കുന്നു എന്നുള്ളതൊന്നുമില്ല. ഇത് ചെയ്തിട്ടേ ഇവിടുന്ന് പോകൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ട്. തീർച്ചയായും പഠിതാക്കൾക്ക് വീട്ടില് ആ പുസ്തകം കിട്ടുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത്രയാണ് ഈ SLM-മായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയില് ഇപ്പൊ നിലവിൽ നിയമപഠനത്തിനുള്ള സൗകര്യം ഇല്ലാന്ന് അറിയുന്നു. നിയമപഠനം അത് തുടങ്ങാനുള്ള എന്തെങ്കിലും പദ്ധതിയുണ്ടോ, അതിനുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയിച്ചാൽ വളരെ ഓപ്പൺ ഡിസ്റ്റൻസ് മോഡില് ബാർ കൗൺസിൽ അതിന് അംഗീകാരം നൽകുന്നില്ല. അതുകൊണ്ടാണ് അത് തുടങ്ങാനുള്ളൊരു തടസ്സം. ഓപ്പൺ ഡിസ്റ്റൻസ് മോഡില് ബാർ കൗൺസിൽ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി നൽകുന്നില്ല. റെഗുലർ മോഡിൽ മാത്രമേ അത് സാധ്യമാവുന്നുള്ളൂ. അത് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ പുതിയ റെഗുലേഷൻ വരുന്നുണ്ട്. അതിന്റെ ഡ്രാഫ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, അതുപോലെ ഈ റെഗുലേറ്ററി ബോഡി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ തുടങ്ങാൻ പ്രസന്റ് റെഗുലേഷൻ റൂളില്ല. ഇപ്പൊ പുതിയ ODL റെഗുലേഷൻ ഈ 2025 റിലീസ് ആവുന്നുണ്ട്. അതിനകത്ത് അവർ ഈ ഓപ്ഷൻ കൊടുക്കുന്നത് ആ റെഗുലേഷൻ ബോഡി അംഗീകരിച്ചാൽ അതുപോലുള്ള കോഴ്സുകൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങാൻ പറ്റും. അത് ഭാവിയിൽ പെർമിഷൻ തന്നേ പറ്റത്തുള്ളൂ. അത് തുടങ്ങും. ഇപ്പോഴല്ല, ആ റെഗുലേഷൻ ബോഡി 2025 ആ ക്ലോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച അവർ തരുന്ന കോഴ്സുകൾക്ക് ഓപ്പൺ എഡ്യൂക്കേഷൻ ബോർഡ് തുടങ്ങാൻ പറ്റും. അതുപോലെ ACT അപ്രൂവ് തന്ന അവർ പറയുന്ന കോഴ്സ് ഓപ്പൺ എഡ്യൂക്കേഷൻ, അതുപോലെ ഈ ലോഡ് തന്നതും അവർ പെർമിഷൻ തരികയാണെങ്കിൽ ഓപ്പൺ എഡ്യൂക്കേഷൻ തരും. അത് ഈ 2025 റെഗുലേഷനിൽ അത് അമെന്റ്മെന്റിൽ വരുന്നുണ്ട്. സാറേ, എനിക്കൊരു സജഷനാണ് പറയാനുള്ളത്. കാരണം ഇവിടെ പരാമർശിക്കുകയുണ്ടായി 12ഓളം PG പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെ പഠിച്ച കുട്ടികൾ നെറ്റ് എക്സാംസ് ക്വാളിഫൈ ചെയ്തതായിട്ട് പറഞ്ഞു. അപ്പൊ ഇൻ ഫ്യൂച്ചർ ഒരു റിസർച്ച് സെന്റർ വരുവാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റ് കോളേജസ്, പ്രൈവറ്റ് എയ്ഡഡ് കോളേജസിലെ ടീച്ചേഴ്സിന് ഫാക്കൽറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന്റെ ബേസിസിൽ അവർക്ക് ഫുൾ ടൈം റിസർച്ചിന് പോകാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ധാരാളം അധ്യാപകർ നെറ്റ് ക്വാളിഫൈ നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് യൂണിവേഴ്സിറ്റി പാർട്ട് ടൈമോ ഫുൾ ടൈം PhD പ്രോഗ്രാമിന് മാത്രമേ അവസരം നൽകുന്നുള്ളൂ. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുമ്പോൾ ജോലി കളഞ്ഞിട്ട് ഫുൾ ടൈം ബേസിസിൽ അവർക്ക് പോകാനുള്ള പരിമിതികളുണ്ട്. അപ്പൊ ഇവരെ പോലുള്ള നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകർക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പുതിയ ഫീച്ചറായിട്ട്, സുനിത മാഡം ഒത്തിരി പുതിയ ഫീച്ചേഴ്സ് പറഞ്ഞു, ഒരു പുതിയ ഫീച്ചറായിട്ട് ഒരു റിസർച്ച് സെന്റർ വരുവാണെങ്കിൽ ഇതുപോലുള്ള ധാരാളം അധ്യാപകരെ നമുക്ക് മെയിൻ സ്ട്രീമിങ്ങിലോട്ട് കൊണ്ടുവരാനും അവരുടെ കോൺട്രിബ്യൂഷൻസ് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. അതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. UGCയുടെ റൂള് വെച്ച് റെഗുലർ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ടെങ്കിൽ റിസർച്ച് തുടങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ അടുത്ത വർഷം റിസർച്ചിന്റെ തുടങ്ങാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്ത് വരുന്നുണ്ട് റെഗുലർ ആയിട്ടുള്ള. അത് UGCയുടെ അപ്രൂവ് ചെയ്യണം. കുറെ റെഗുലേഷൻസ്, റെസ്ട്രിക്ഷൻസ് നമ്മൾ വില്ലിങ്ങാ. പക്ഷെ ഈ റെഗുലേഷനൊക്കെ വരുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി, ഇപ്പൊ വെച്ച് നമുക്ക് കോൺട്രാക്ട് ബേസ് അല്ലാതെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ട്. നമ്മൾ ഗവൺമെന്റിൽ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അവർ പെർമനന്റ് പോസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ പാസ്സാക്കുമ്പോൾ നമ്മളവിടെ റിസർച്ച് തുടങ്ങും. അതിനുള്ള പദ്ധതികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തന്നെ തുടങ്ങണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നുകൂടെ ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മാഡം പറഞ്ഞത് വളരെ നല്ല ഒരു ചർച്ചയ്ക്കുള്ള ഒരു വിഷയമാണ്. സാറ് പറഞ്ഞതുപോലെ ഈ വർഷം തന്നെ മിക്കവാറും നമുക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പെർമനന്റ് പോസ്റ്റുകൾ സാങ്ഷൻ ചെയ്യും. ഇവിടെ കൊല്ലം ജില്ലയുടെ വികസന കാര്യങ്ങളിൽ ഏറെ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിക്ക് 8.5 ഏക്കറോളം സ്ഥലം വാങ്ങുന്നതിനുള്ള ബഡ്ജറ്റില് വളരെ പൊരുതി അത് പണം മാറ്റിവെച്ച് യൂണിവേഴ്സിറ്റിയുടെ വികസനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ സാറ് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്താണ് കത്തയക്കാത്തത് എന്നുള്ള രീതിയിൽ. നമ്മൾ കത്തയച്ചിട്ടുണ്ട്, അതിൽ ചർച്ച നടക്കുന്നുണ്ട്. ഉടനെ തന്നെ യൂണിവേഴ്സിറ്റിയില് സ്ഥിരം അധ്യാപകരോടുകൂടി യൂണിവേഴ്സിറ്റി അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് പ്രവർത്തിക്കും. ആ അവസരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഗൈഡുകൾ അവൈലബിൾ ആണെങ്കിൽ, അവർക്ക് ഇത്ര വർഷ സർവീസും ഉണ്ടെങ്കിൽ, അത് മാത്രമാണ് UGCയുടെ കണ്ടീഷൻ. ഗൈഡ് ഉണ്ടാവണം, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം. അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഗൈഡ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ റിസർച്ച് തുടങ്ങാം എന്നുള്ളത് UGC പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ UGCക്ക് ഓൾറെഡി കുറെ വിട്ടിട്ടുണ്ട്. ഇവിടെ റെഗുലർ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യാനുള്ള കത്ത് നമ്മൾ അയച്ചു. 3 വട്ട ചർച്ച അതിൽ കഴിഞ്ഞു. മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം ഇവിടെ പ്രശാന്ത് സാറുണ്ട്. സാറ് അതിലൊന്ന് പ്രതികരിക്കുന്നതാണ്. കാരണം ബാലഗോപാൽ മിനിസ്റ്റർ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കൊല്ലത്തന്നെ നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇത് പല ജില്ലകളിലേക്കും ഇത് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പൊ അതുകൊണ്ട് ഇത് കൊല്ലത്തന്നെ നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ആദ്യമേ നമ്മൾ ഭൂമി വാങ്ങി ഈ വർഷം തന്നെ അതിന്റെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ വക കാര്യങ്ങളിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രതികരിക്കാൻ പ്രശാന്ത് സാർക്ക് കഴിയും. പ്രശാന്ത് സാർ 2 വാക്ക് ഇതുമായി ബന്ധപ്പെട്ട്. ഇവിടെ വന്ന 3 അഭിപ്രായങ്ങളെ സംബന്ധിച്ചും ബഹുമാനായ VCയും മറ്റുള്ളവരും മറുപടി പറഞ്ഞു. സിൻഡിക്കേറ്റ് ഈ പറഞ്ഞ നിങ്ങൾ ചോദിച്ച ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുകയും അതിന് ചില തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. ഒന്ന്, പഠിതാവായിട്ടുള്ള സാർ സൂചിപ്പിച്ച SLMന്റെ കൃത്യമായി ലഭ്യതയെ സംബന്ധിച്ച് അത് കൃത്യമായി ഒരു വിദ്യാർത്ഥി പഠിക്കാൻ രജിസ്ട്രേഷൻ നടത്തിയാൽ അവരുടെ വീടുകളിൽ എത്തണം എന്നാണ് സിൻഡിക്കേറ്റ് ആഗ്രഹിക്കുന്നത്. അവരുടെ പേഴ്സണലായി അവരുടെ കയ്യിൽ തന്നെ ലഭ്യമാക്കുക എന്നുള്ള അതിനൊരു നടപടി എന്തായാലും അടുത്ത ബാച്ചിൽ അടുത്ത സംസ്ഥാനത്തെ രജിസ്ട്രേഷനോടുകൂടി നടത്താൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടെ ചോദിച്ച നിയമപഠനത്തെ സംബന്ധിച്ചുള്ളതാണ്. ഇപ്പൊ LLB ഒരിടത്തും പോസ്റ്റലായി പഠിക്കാൻ കഴിയില്ല. LLBക്ക് ഹാജരായി കോളേജിൽ റെഗുലറായി മാത്രമേ പഠിക്കാൻ കഴിയൂ. എന്നാൽ LLM പഠിക്കാൻ കഴിയും. അതേപോലെ തന്നെ നിയമത്തിലെ മറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ വയ്ക്കും. അതിന്റെ സാധ്യതകളെ സംബന്ധിച്ച് സിൻഡിക്കേറ്റ് പരിശോധിക്കുന്നതായിരിക്കും. പുതിയ ക്രിമിനോളജി സംബന്ധിച്ചും ഒക്കെയുള്ള ഈ ഫോറൻസിക് സയൻസിനെയൊക്കെ സംബന്ധിച്ചൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. അത്തരം കോഴ്സുകളെ സംബന്ധിച്ചൊക്കെ സിൻഡിക്കേറ്റിന്റെ പരിഗണനയിലുണ്ട്. അത് പരിശോധിക്കാൻ കഴിയും. പിന്നെ ടീച്ചർ പറഞ്ഞ വലിയ നിർദ്ദേശം, അത് സ്വാഗതാർഹമായ ഒരു നിർദ്ദേശമാണ് റിസർച്ച് സെന്ററിനെ സംബന്ധിച്ചുള്ളത്. യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ട് 4-5 വർഷത്തേക്ക് ആവുന്നതേ ഉള്ളൂ, 4ാമത്തെ വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോ ഈ സർവകലാശാല ഇപ്പോ ഞാൻ ആദ്യം നേരത്തെ സംസാരിച്ച സൂചിച്ചത് 7000 വിദ്യാർത്ഥികളിൽ നിന്ന് 50,000 വിദ്യാർത്ഥികളിലേക്കും 6-7 പ്രോഗ്രാമുകളിൽ നിന്ന് 33 പ്രോഗ്രാമുകളിലേക്കും വളർന്ന ഈ സർവകലാശാല നമ്മുടെ കൊല്ലം നഗരത്തിന് അഭിമാനകരമായ കൊല്ലത്തെ വൈജ്ഞാനിക സമൂഹത്തിന് സമീപിക്കാൻ കഴിയുന്ന ഒരു ഗവേഷണ പഠന കേന്ദ്രമായി തന്നെ വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ധനകാര്യ വകുപ്പും എല്ലാം ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സർവകലാശാലയുടെ ഈ നഗരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. ടീച്ചർ പറഞ്ഞ ഈ അക്കാഡമിക് സമൂഹത്തിന്റെയും വിദ്യാർത്ഥികളുടെയും പഠിതാക്കളുടെയും എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മഹാകേന്ദ്രമായി തന്നെ ഈ നഗരത്തിൽ ഈ സ്ഥാപനം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എന്നുള്ള സാങ്കേതികമായ ചില പ്രയാസങ്ങൾ UGC റെഗുലേഷനുമായി ബന്ധപ്പെട്ട സ്ഥിരം അധ്യാപകർ, സ്ഥിരം സ്റ്റാഫ്, ഇതൊക്കെ അതെല്ലാം ഗവൺമെന്റിന്റെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയങ്ങളാണ്. ആ ഗവൺമെന്റിന്റെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സർവകലാശാലയ്ക്കും ആർജിക്കാൻ കഴിയാത്ത തരത്തിൽ 3 വർഷത്തിനകം സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വസ്തുവായി കെട്ടിടമാകുന്നു.
മറ്റ് സംവിധാനങ്ങളിലേക്കാകുന്നു. സ്ഥിരം സ്റ്റാഫ്, സ്ഥിരം സംവിധാനങ്ങൾ എല്ലാം വരാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി സിൻഡിക്കേറ്റും ഭരണസമിതിയും അതേപോലെ സർവകലാശാല അധികാരികളും ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഗവൺമെന്റ് അതിന് പോസിറ്റീവായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഗവൺമെന്റിനെ കൊണ്ട് അത് നമുക്ക് തുടർന്ന് വെക്കാം. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ ഈ കേരളത്തിലെ വൈജ്ഞാനിക സമൂഹവും കേരളത്തിലെ വികസന കാംക്ഷികളും പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് തുടർ 3ാം ടേമിലും ഈ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടാകട്ടെ. ഉണ്ടാകുമ്പോൾ ഈ സർവകലാശാല കൂടുതൽ മെച്ചപ്പെട്ട വളർച്ചയിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന സാധ്യതകൾ നമുക്ക് ഒരുമിച്ച് അത് നേടിയെടുക്കാൻ കഴിയും എന്ന് മാത്രമാണ് മറുപടിയായി ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ്, വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ച ബഹുമാന്യരായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, രജിസ്ട്രാർ, ഏവർക്കും ഒരു ഔപചാരികതയുടെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് സർവകലാശാലയ്ക്ക് ഇന്ന് ഇങ്ങനെ ഒരു വേദി ഇവിടെ അനുവദിച്ചു തന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും എന്റെ കേരളം പരിപാടിയുടെ സംഘാടകർക്കും സർവകലാശാലയുടെ പേരിലുള്ള ഹൃദ്യമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇന്നിവിടെ ഈ സെമിനാറിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ പഠിതാക്കൾ ഇവിടെ ഉണ്ട്, അധ്യാപകരുണ്ട്, മറ്റു സുഹൃത്തുക്കളുണ്ട്, ഏവർക്കും സർവകലാശാലയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.